ഹലോ ഗായ്സ്, വെൽക്കം ടു ഒരു പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ വിശന്ന് കൊട്ടൽ കത്തിയിരിക്കുകയാണ്. വെളുപ്പിന് 3 മണിയായിട്ടുണ്ട്. ഞാനപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ച് കിച്ചണിൽ നോക്കി കഴിച്ചപ്പോൾ ഒരു സാധനമില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് അത് ചൂടാക്കിയിട്ട് എന്തെങ്കിലും കഴിച്ച് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. എത്ര മണി ഞാൻ കാട്ടിത്തരാട്ടെ ഗായ്സ്. ഇത് കണ്ട 3 മണിയാകുമ്പോഴാണ് ഒരു സാധനമില്ല കേട്ടോ. കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട്, ചോറുണ്ട്, പിന്നെ കറിയാൻ തുറന്നു. ചിക്കൻ കറി ഉണ്ട്. നമുക്ക് ചിക്കൻ കറി ചൂടാക്കി ചിക്കൻ കറി ചെറിയൊരു പാത്രം ചട്ടി. ചിക്കൻ കറി ബാലൻസ് കൂടിയുണ്ട്. അത് തൈര്, നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ലായിരുന്നു. ചിക്കൻ കറി രാത്രിയല്ല, വൈകുന്നേരം ഉണ്ടാക്കിയതാണ്. അപ്പോൾ വൈകുന്നേരം നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തിയൊക്കെ മേടിച്ച് കഴിച്ച് നമ്മുടെ കറി ബാലൻസായി. അങ്ങനെയാണ് അത് ഫ്രിഡ്ജിൽ പോയത്. അല്ലെങ്കിൽ നേരത്തെ കഴിച്ചു പോയായിരുന്നു. പക്ഷെ എന്തായാലും നമുക്ക് നന്നായി. നമുക്ക് ഈ സമയത്ത് എണീച്ചപ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് കിട്ടി. ഞാൻ പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സാധനങ്ങളൊക്കെ നാരങ്ങ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ വിശപ്പ് നാരങ്ങ വെള്ളത്തിൽ തീരില്ല. അപ്പം എന്തായാലും കഴിക്കാം. പക്ഷേ കറി ഇതേവരെയുണ്ട്. അതൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ചോറും ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട്
അതായത് തിളപ്പിക്കണ്ട, എന്നിട്ട് കഴിക്കാം. ഓക്കെ. നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ചില്ലെങ്കിലല്ലേ രാവിലെ എണീച്ച് കഴിയുമ്പോഴേക്കും ചീത്തയാക്കേണ്ടി വരും. നമ്മളെല്ലാം എടുത്ത് ക്ലീനാക്കി വയ്ക്കുക, എല്ലാം അടിപൊളിയായിട്ട് വയ്ക്കുക. അത് കുക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ കുക്കൊന്നും ചെയ്യാനുണ്ടോ, നമ്മളെടുത്തത് കുക്ക് ചെയ്ത് വെച്ച സാധനം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കണം. നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ സാധനം നമുക്ക് കഴുകി വയ്ക്കാം. സെറ്റപ്പായിരുന്നു. സംഭവം എന്തായാലും സെറ്റപ്പായിരുന്നു. നമുക്ക് ഇനി ഇങ്ങനെയാണ് നമുക്ക് കഴിക്കാം. ഈ പാത്രത്തിലിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ബിരിയാണി പോലെ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോവാം. ഓക്കെ, ജ്യൂസ്. ഓക്കെ, we are going towards തട്ടകം. ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈനാണ് കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. ഇതാണ് പടം. ചാർജ് ചെയ്യാനിട്ടിട്ട് സ്വിച്ച് ഓൺ ആക്കിയില്ല. സ്വിച്ച് ഓൺ ആക്കാതെ അവിടെ പോയിരുന്നു. വിശക്കണുണ്ട്, എന്തിനും കഴിക്കാമല്ലോ. അപ്പം നമുക്ക്
നല്ല ചൂടുണ്ട്. ചിക്കൻ റൈസ്. ഓക്കെ. കൊള്ളാം. മറ്റേ ഫുഡ് ഉണ്ടാക്കി ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കാണുള്ള കഴിച്ചിട്ട് ഇങ്ങനെ സൂപ്പർ എന്ന് പറയുന്നു. അതേപോലെ സൂപ്പറായിരുന്നു. ടേസ്റ്റ് അമ്മ കൊള്ളാം. കാരണമാണെന്ന് അറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബസ്സിൽ വീട് വിടാം. ഓക്കെ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്ല ഫുഡ് തീർത്ത് വിശന്നിരിക്കണമായിരുന്നു. കഴി വയ്ക്കാം. എനിക്ക് പറയാനുള്ളത്, രാത്രി നമ്മൾ ഫുഡ് കഴിക്കണം അത്രയ്ക്ക് നല്ല കാര്യമല്ല കേട്ടോ. രാത്രി നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ കംപ്ലൈൻ്റ് ആവും. നമ്മൾ രാത്രി ഫുഡ് കഴിക്കണം അത്രയ്ക്ക് നല്ല കാര്യമല്ല. അത് ഇത്ര ലേറ്റായിട്ട് പിന്നെ നമുക്ക് രാവിലെ എണീക്കാനായിട്ട് ബുദ്ധിമുട്ടാവും, ഡൈജഷൻ കംപ്ലൈൻ്റ് ആവും. പക്ഷേ എന്താണെന്നറിയില്ല, വിശന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് ചെയ്യാനായിട്ടാണ്? അത് കാരണമാണ് ഞാൻ വെച്ചാൽ ഇത് അധികം ആൾക്കാരൊന്നും ഇത് അനുകരിക്കരുത്. ഈറ്റ് ഹെൽത്തി ഫുഡ്, നല്ല ഫുഡ് കഴിക്കുക, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിൽ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ.